ഹായ് ഹലോ നമസ്കാരം. ടോയ്സ് ബ്ലോഗിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു കിടിലൻ ടോയാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ജസ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇവിടെ ടോയ് ആയിരിക്കും, നമുക്ക് നോക്കാം. വാവ്, ഓസം, വാവ്. അപ്പോൾ 4 കളറിലാണ് ഈ ടോയ് അവൈലബിൾ ആയിട്ടുള്ള. ഒരു ഗ്രീൻ കളർ, പിന്നെ ഒരു ബ്ലൂ ഷെയ്ഡ് കളർ, അടുത്തായിട്ട് ഒരു ഓറഞ്ച് കളറുണ്ട്, പിന്നീട് ഒരു റെഡ് ഷെയ്ഡ് കളറുണ്ട്. പിന്നീട് ഇതിനകത്തുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ് ബാക്ക് ഓഫറാണ്. ഇതിനകത്തൊരു 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുമ്പോഴും നമുക്കൊരു 50 രൂപ തിരിച്ച് കിട്ടും എന്നുള്ളതാണ് ഈ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ടോയിനെ കാണാം. ഉണ്ടോ, ഒരു സ്പ്രിങ് ആക്ഷൻ ഉള്ള ഒരു ടോയ് ആണ്. 4 കളറുകളിലാണ് ഈ ടോയ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. വളരെ രസകരമാണ് ആ ടോയുടെ ഇത് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ടോയ് വെച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടല്ലേ, ഒരു സ്പ്രിങ് ആക്ഷനുള്ള ടോയ് ആണ് ഇത്. പുൾ ബാക്ക് ടോയ് അല്ല, ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ഫ്രണ്ടിലും ബാക്കിലും ശരിക്കും പറഞ്ഞ ഒരു ഗിയർ ഫംഗ്ഷനിൽ വർക്ക് ചെയ്യണ ഒരു ടോയ് തന്നെയാണ് ഇതുള്ളത്. ശരിക്കും ഈ 4 കളറുകളും 4 ഡിഫറെൻറ്റ് മോഡലുകളാണുള്ളത്. ഇതൊരു കാറിൻ്റെ ഒരു ഷേപ്പുള്ളൊരു സംഭവമാണ് ഈ ഒരു ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഇത് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓറഞ്ച് കളർ വേറൊരു ജീപ്പിൻ്റെ ഒരു സ്റ്റൈലാണ് ഈ കൊടുത്തേക്കുന്നത്. ശരിക്കും ഈ വണ്ടി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റിൽ ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാബ്സിൻ്റെ ഒരു ചെകുത്താൻ എന്ന് പറഞ്ഞൊരു വണ്ടിയില്ലേ, ആ വണ്ടിയുടെയൊക്കെ ഒരു മിനിയേച്ചർ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കണ്ടല്ലേ, ഒരു മോഡിഫൈ ചെയ്തൊരു വണ്ടികളുടെ ഒരു ഫോട്ടോ. അതുപോലെ നമ്മുടെ MVD പിടിച്ചൊരു വണ്ടിയില്ലേ, ആ വണ്ടിയുടെ ഇത് തന്നെ. ഇതൊരു ബ്ലൂ കളറിൽ വേറൊരു വണ്ടിയാണ്. കണ്ടോ, ബ്ലൂ കളറിലൊരു വണ്ടിയാണ്. ഇതും ഏകദേശം ഈ ഒരു ജീപ്പും ഏകദേശം സെയിം ആണ്. രണ്ടും സെയിം ആയിട്ടാണ് ഉള്ളത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. കണ്ടോ, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെയൊരു ഇതൊരു വേറൊരു ലാഡർ ഫ്രെയിം പോലെയാണ് ഇത് കൊടുത്തേക്കുന്നത്. എങ്കിലും 4ഉം ഡിഫറെൻ്റ് ആണ്. ഈ റെഡ് കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഈ റെഡ് കളർ, റെഡ് വേറൊരു ടൈപ്പ് ഓഫ് കളർ, ഈ ഒരു ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ എങ്കിലും ബാക്കിയുള്ള ഇത്രയും മോഡലുകളെല്ലാം സെയിം ആണ്. ഇവിടെ നിന്ന് ഈ ഒരു മോഡലുകളും ഇതെല്ലാം സെയിം ആയിട്ട് തന്നെ കൊടുത്തേക്കുന്നത്. നമുക്കിതിൻ്റെ ഈ ടയറിൻ്റെ പോർഷൻ നോക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റിജിഡാണ്, നല്ല ഒരു ഇതാണ്. ഇത് 4 വീൽ ഡ്രൈവ് ആട്ടോ. കാരണം ഈ ഒരു വണ്ടി കറങ്ങുമ്പോൾ തന്നെ ഇതും കറങ്ങുന്നുണ്ട്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ വീലും കറങ്ങുന്നുണ്ട്. അപ്പോൾ ഗിയർ ബേസിൽ ഒരു 4 വീൽ ഡ്രൈവ് ഉള്ളൊരു കാറെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാം. കാറെന്നല്ല, ഒരു മോൺസ്റ്റർ ട്രക്ക് എന്നുള്ള വേണ്ടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ വിളിക്കാൻ പറ്റും. ഉണ്ടല്ലേ, അടിവശം കണ്ടല്ലേ, അടിവശം ഇങ്ങനെ ഈ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. കണ്ടോ, ഇവിടെ കറക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. മൊത്തത്തിലൊരു ഡിസൈൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ചെറുതായിട്ടുള്ള ഒരു ഗ്രാഫിക്സുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിങ്സ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഗ്രാഫിക്സുകളും കാര്യങ്ങളൊക്കെ ഓരോന്നിനും പ്രത്യേകതരം ഗ്രാഫിക്സൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ബ്ലൂവിൻ്റെ കണ്ടില്ലേ, ബ്ലൂവിന് വേറൊരു ഗ്രാഫിക്സ്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രീന് ഒരു ശരിക്കും പറഞ്ഞിട്ട് ഈ ഗ്രീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമുക്ക് പെട്ടെന്ന് ആകർഷണം തോന്നുന്ന ടൈപ്പ് ഒരു ഗ്രീനാണ് ഈ വന്നേക്കുന്നത്. ഇതിന് വേറൊരു തരം ഗ്രാഫിക്സാണ് കൊടുത്തേക്കുന്നത്. ശരിക്കും ഇതിൻ്റെ ഫ്രണ്ടും ബാക്ക്, ഇതിൻ്റെ ഫ്രണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ഇതാണ്. കണ്ടോ, ഫ്രണ്ടിലത്തെ ഒരു ഗ്രില്ല് കൊടുത്തേക്കണ്ടില്ലേ, ഇതിൻ്റെ ഫ്രണ്ട് വശം ഇതാണ്. ഇതിൻ്റെ ഫ്രണ്ട് വശം ഈ ഒരു സൈഡ് ഇതാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ എല്ലാത്തിൻ്റെയും ഫ്രണ്ട് ലുക്ക് കണ്ടില്ലേ, ഇതിൻ്റെ ഇതാണ് ഫ്രണ്ട് ലുക്ക് വരുന്നത്. മൊത്തത്തിൽ നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഏതാണെന്നുള്ളത്. കണ്ടോ, നിരത്തി നമുക്ക് വെക്കാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര നല്ല ലുക്കിലാണ് വണ്ടി നിൽക്കുന്നത്. വളരെ രസകരമായിട്ടുള്ളൊരു ലുക്കിലാണ് ഈ വണ്ടി എടുത്തു പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ശരിക്കും പിള്ളേർക്ക് നമുക്ക് ഉരുട്ടി കളിക്കാൻ പറ്റും, ഏത് പ്രായത്തിലുള്ള പിള്ളേർക്ക്. ഇങ്ങോട്ട് ഈ പുറയിൽ കണ്ടോ, ഇവിടെ കണ്ടോ 2 വണ്ടി ഉണ്ടല്ലോ. ഇത് നമ്മുടെ ലാൻഡ് ക്രൂയിസറാണ് ടൊയോട്ടയുടെ. ഇത് നമ്മുടെ യൂസഫിലേക്ക് ഉപയോഗിക്കുന്ന റോൾസ് റോയ്സ് എന്ന് പറഞ്ഞ കാറാണ്. ഇതിൻ്റെയൊക്കെ റിവ്യൂസ് താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ തൊട്ട് മുകളിൽ ഐ ബട്ടൺസിനകത്ത് നമ്മൾ ഇട്ടേക്കാം. താഴെ ഈ 2 വണ്ടികളുടെയും റിവ്യൂസും അൺബോക്സിങ് വീഡിയോസും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടി തന്നെ എടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മേജറായിട്ട് ഈ വണ്ടിക്കകത്ത് ഉള്ളത്. വളരെ രസകരമായിട്ടുള്ള ഡിസൈനാണ്. ഇതിൻ്റെ ഈ വീലിട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബ്ലൂവിൻ്റെ വീലിട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ മൊത്തം ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ താഴെ ഒരു പച്ച കളറിലാണ് കൊടുത്തേക്കുന്നത്. കണ്ടോ, അല്ല ഈ വണ്ടിയുടെ ഇത് കണ്ടോ, ചെറിയ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പ്രിങ് ആക്ഷനാണ്. കണ്ടോ, സ്പ്രിങ് ആക്ഷനാണ്. ഇത് നമുക്കിങ്ങനെ വിട്ട് ഉന്തി കണ്ടോ. ഇപ്പോൾ പിള്ളേർക്ക് കുറേ നേരം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആ കറങ്ങുമ്പോഴും ആ സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ കൊണ്ട് കണ്ടോ ഒരു ചാടി പോകേണ്ട രീതിയിലാണ് പോകുന്നത്. നമുക്ക് പോകുമ്പോഴും അറിയാൻ പറ്റും, ഉന്തുമ്പോഴും കണ്ടോ ഇങ്ങനെ താളത്തിലാണ് ഇങ്ങനെ പോകുന്നത്.
ഇവിടെ ഇതിൻ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഓറഞ്ചാണ്, അതൊരു ബ്ലൂ ഷെയ്ഡിലാണ് കൊടുത്തേക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇത് മൊത്തത്തിലും ബ്ലാക്കാണ്, ഒരു റെഡാണ്, അതിൻ്റെ ഇത് കളർ വന്നിരിക്കുന്നത് ബ്ലാക്കാണ്. ഇവിടെ ബ്ലൂവിൻ്റെ ഇത് ഗ്രീൻ്റെ ഇത് വന്നേക്കുന്നത്, ഇവിടെ ഇത് കളർ റെഡാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ കണ്ടോ, നിരനിരയായിട്ട് വണ്ടി ഇരിക്കണം കണ്ടോ, എത്ര രസമാണ് നോക്കി. ഇത് 4 ഉണ്ടെന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് നല്ല ഒന്നും വേണ്ട, പിള്ളേർക്ക് സുഖമായിട്ടിരുന്ന് കളിച്ചെടുക്കാൻ പറ്റും. കളിച്ചെടുക്കാമെന്നല്ല, അവർക്ക് ഇങ്ങനെ ഓടിച്ച് ഉന്തി ഇതിൽ കളിക്കും. ഇത് അങ്ങനെ എറിഞ്ഞാലും നശിപ്പിച്ചാൽ പോകത്തില്ല, കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ഒരു വെഹിക്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അങ്ങനെ എറിഞ്ഞാലൊന്നും പോകത്തില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ഒരു സംഭവത്തിലുണ്ടോ, ഒന്നും പോകത്തില്ല, പെട്ടെന്ന് പൊട്ടി പോകത്തുന്നില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കാണിച്ചാൽ. അത് മാത്രമേ സ്പ്രിങ് ആക്ഷനുണ്ട്, നമുക്കിങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ പോലും ഇത് അങ്ങനെയൊന്നും പെട്ടെന്ന് നശിക്കത്തില്ല. അത്യാവശ്യം പിള്ളേർക്ക് വാങ്ങിക്കൊടുത്താലും റഫ്യൂസിന് പറ്റിയ വണ്ടിയാണ്. അവരിങ്ങനെ ഈ റോഡ് ഇങ്ങനെ ഇതുപോലെയുള്ള പ്രതലങ്ങളിൽ, അതുപോലെ റഫായിട്ടുള്ള പ്രതലങ്ങളിൽ നമ്മുടെ ഇതേപോലെയുള്ള ഭിത്തികളിലേക്കൊക്കെ വിമാനം ഓടിച്ചിട്ട് എടുക്കും. അങ്ങനെയൊക്കെ ഓടിക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. കണ്ടോ, അത് ഇളകണ കണ്ടോ, എത്ര രസമാണെന്ന് നോക്കി, ഒന്നിനും കാണിച്ചു തരാം. കണ്ടോ, ഈ വണ്ടി ഇളകുന്നുണ്ടോ, കണ്ടല്ലേ, അതിൻ്റെ ആ ഒരു ചാട്ടം കണ്ടോ, താഴെ ചാടിപ്പോയി. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. കൂടുതലൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനില്ല. ഇത് വളരെ രസമായിട്ടുള്ളൊരു ടോയാണ്, നല്ല രസകരമായൊരു ടോയ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ പറയാം. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഒരു 360 ഒരു ആംഗിൾ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതാണ് അതിൻ്റെ ഒരു സൈഡ് പോർഷൻ. ഇനി ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു ഫ്രണ്ടിലത്തെ പോർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കണ്ടല്ലേ, ഇതും ഇങ്ങേ സൈഡായിട്ട് വരും, ഇതിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും. അതാണ് ആ ഒരു ഗ്രീൻ്റെ സംഭവം വരുന്നത്. അടുത്ത് ഇവിടെ വന്നിട്ട് റെഡ് ഉണ്ട്, റെഡിൻ്റെ സൈഡ് പോർഷൻ ഇതിനകത്ത് വിങ്സ് എന്ന് എഴുതിയിട്ടുണ്ട്, സൈഡിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലും ഇതേപോലെ തന്നെ വിങ്സ് എന്ന് എഴുതിയിട്ടുണ്ട്, കണ്ടോ. ഇതിൻ്റെ സൈഡിലത്തെ പോർഷനാണ് ഈ കാണുന്നത്. ഇനി ഇത് പുറകുവശമാണ്. ഇതിൻ്റെന്ന് വരുമ്പോഴും ഇതിൻ്റെ ഇവിടെയാണ് ഇത് വരുന്നത്, സൈഡിലാണ് വരുന്നത്. ഇവിടെ ചെറിയ ഗ്രാഫിക്സുകളൊക്കെ ഉണ്ട്, മുകളിലും അതിൻ്റെ ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൻ്റെ ബാക്ക് സൈഡ് ഇതാണ് വരുന്നത്. ഇത് കണ്ടോ, നമുക്ക് സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവമാണ്. ഇതിൻ്റെയും ഇതേപോലെ തന്നെ ഈ ഒരു സ്പ്രിങ് ആക്ഷനാണുള്ളത്. ഫ്രണ്ട് സൈഡ് ഇതാണ്, ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഒരു രസകരമായ 4 ഡിസൈനിലുള്ള 4 വ്യത്യസ്ത കളറിലുള്ള 4 വെവ്വേറെ ആകൃതിയിലുള്ള ഒരു കിടിലൻ ടോയാണ് ഇന്ന് നമ്മൾ ഇവിടെ അൺബോക്സ് ചെയ്തത്. ഇതിൽ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല. അപ്പോൾ എന്നും പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് കിടിലൻ വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുപോലെ ഇത് നമ്മുടെ ഗിവ് ആയിട്ട് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്, അതെല്ലാവരും വാച്ച് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ടോയുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ stay tuned.